ഇന്നലത്തെ എപ്പിസോഡില് വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ സിബിൻ ജോത്സ്യരത്നമാകുന്ന ഒരു ഭാഗമുണ്ട്. ചിരിച്ച് ചിരിച്ച് വയറുവേദന എടുത്ത മാതിരി ഒരു സീക്വൻസ് ആയിരുന്നു അത്. ഒരു രക്ഷയില്ല, വേറെ ലെവലായിരുന്നു. സിബിൻ ആളാം പ്രതി എല്ലാവരെയും ആക്ഷേപഹാസ്യത്തിലൂടെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. അമ്മാതിരി കിഡിലൻ പെർഫോമൻസ്. സിബിൻ പറഞ്ഞ ഡയലോഗുകൾ ഒന്നും തന്നെ നമ്മൾ പറഞ്ഞാൽ അത്ര പെർഫെക്ഷൻ വരില്ല. കാരണം നല്ല എഫേർട്ട് എടുത്തിരുന്ന പുള്ളി എഴുതിയതാണത്. അതാണ് അത്രയും കിഡിലിനൊരു ഔട്ട്പുട്ട് കിട്ടിയത്. ലാലേട്ടൻ വരെ ചിരിച്ചുപോയി. ഇന്നലത്തെ സിബിന്റെ ഈ ജോത്സ്യരത്നം പ്രോഗ്രാം വീണ്ടും ഗാലറിയെ ഇളക്കി മറിച്ച ഒന്ന് തന്നെയായിരുന്നു. സിബിൻ ആദ്യമേ എടുത്തിട്ട് അലക്കുന്നത് നമ്മുടെ അർജുനെയാണ്. സിബിന്റെ കോമ്പറ്റീറ്ററും കൂടിയാണ് ശ്രീധുവിന്റെ കാര്യത്തില്. ത്രികോണ പ്രണയം എപ്പോഴും പവർ റൂമിൽ കയറി ഒളിച്ചിരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പേടിയൊക്കെ മാറ്റി വായ തുറന്നു വെച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പ്രോട്ടീന്റെ ഒരു അഭാവം കാണാനുണ്ട്. സോയാബീനൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്സര ഉട്ടർത്താതി വള്ളംകളിയുടെ നാളാണ്, വെള്ളം കുറെ കുടിക്കേണ്ടി വരും കേട്ടോ. അയ്യോ അടിപൊളി സാർക്കാസ്മാറ്റിക് സ്പീക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തില് മുഖം പോലെ അല്ല മനസ്സിലുള്ളതാണ് അടിക്കടി പുറത്തേക്ക് വരണ്ട. അത് കാരണം നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സിബിൻ. അർജുനോട് പറഞ്ഞ പോലെ പവർ റൂമിൽ കയറി ഒളിച്ചിരിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്സരയുടെ അടുത്ത്. പൊളിച്ചടിക്കുക. സരണ്യെ നൈസായിട്ട് സോപ്പിട്ട് വിട്ട പോലെ എനിക്ക് തോന്നി. റാണിയാണ്, രാജ്ഞിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അൻസിബയെ കുറിച്ച് പറയുന്നത് മറ്റേ ദൃശ്യം റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ്. മുടിയനോട് ഷെയർ ചെയ്തു, മരുണെ കൊന്നത് എന്നാണെന്നുള്ള കാര്യമൊക്കെ ഷെയർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാരെയും എടുത്തിട്ട് അലക്കുന്നുണ്ട് നമ്മുടെ സിബിൻ. റോസ്റ്റ് ചെയ്ത് തിമിർത്തു എന്ന് തന്നെ പറയാം. ആ രീതിയിൽ അത്രയും എന്റർടൈനിങ് ആയ ഒരു സംഭവമായിരുന്നു. ഇന്നലത്തെ ആ ഒരു വിഷു കലാപരിപാടികളിൽ എനിക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് തോന്നിയത്, എന്റർടൈനിങ് ആയിട്ട് തോന്നിയത് സിബിന്റെ ഈ ഒരു പരിപാടി മാത്രമാണ്. പിന്നെ ശ്രീധുവിനെ കുറിച്ച് പറയുന്നത്, ശ്രീധു അനിഴമാണ്, ഇഴച്ചിലാണ് കാണുന്നത്. ജലദോഷം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഐസ്ക്രീം പാർലറിൽ പോയി ഇരിക്കുന്നതൊക്കെ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് സിബിൻ. ആ ഒരു യെല്ലോ കളർ ഐസ്ക്രീം കോർണറിന്റെ കാര്യമാണ് സിബിൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഋഷിയോട് സെൻസിറ്റീവ് ആവരുത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. പൂജ രാവണിയാണ്, 10 തലയൊക്കെ കാണുന്നുണ്ട്, 100 ദിവസം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സിബിൻ. പിന്നെ ജിൻഡോയോട് പറയുന്നുണ്ട്, നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് സൂര്യനെ കാണാനില്ല എന്നൊരു പരാതി ഉണ്ട്. ഇവിടെയാണ് എനിക്ക് ശരിക്കും ചിരി വന്നത്. ജിൻഡോ സൂര്യ നമസ്കാരം ഇന്നലെ അവിടെ ഒരു വമ്പൻ ചർച്ച തന്നെ ആക്കി. ഈ ഒരു സംഭവം സിബിൻ ഈ ചെയ്ത ഒരു സംഭവം. പിന്നെ ജിൻഡോയെ കൊച്ചു കള്ളൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് സിബിൻ. പക്ഷെ ജോൽസിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നും പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ. എന്തായാലും സിബിൻ ഈ രീതിയിൽ തന്നെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വരിക. ഈ രീതിയിലുള്ള കണ്ടന്റുകളിൽ നിങ്ങൾക്ക് വട്ടം വെക്കാൻ ഈ സീസണിൽ ആരും തന്നെ ഇല്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ സീസണൊക്കെ ആയിരുന്നെങ്കിൽ അഖിൽമാരൊക്കെ ഉണ്ടായിരുന്നു ഒരു കോമ്പറ്റീഷനായിട്ട്. പക്ഷെ ഇവിടെ ആരും തന്നെ ഇല്ല. എന്റർടൈൻമെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ആരും തന്നെ ഇല്ല. ആകെ സിബിൻ മാത്രമേ ഉള്ളൂ. ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വരിക ഓരോ ആഴ്ച. അങ്ങനെ ഗ്രാഫ് ഉയർത്തി വന്നാൽ ഈ സീസൺ ചിലപ്പോ സിബിന്റെ പേരിലും അറിയപ്പെട്ടേക്കാം. അതുകൊണ്ട് സിബിൻ നല്ല രീതിയിൽ കളിക്കുക, കയ്യിൽ നിന്ന് പോകാതെ നോക്കുക.